നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടന്റെ കാര്യം വളരെ പരിതാപകരമാവാൻ ചാൻസ് ഉണ്ട്. ചടങ്ങും കാര്യങ്ങളൊന്നും തൽക്കാലം നോക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. എത്ര ദിവസം ഇവിടെ വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാ മതിയെന്നായി. അതുകൊണ്ടാ. കുറച്ചു ദിവസം പൂട്ടിയിട്ടിരുന്നുണ്ടേ, മുഴുവൻ പൊട്ടിയായിരുന്നു. പെട്ടെന്നല്ലേ ഇങ്ങോട്ട് വരുവാണെന്ന് അവർ വിളിച്ചു പറഞ്ഞത്. ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നല്ലേ ശരി. കുഞ്ഞിനെ കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകാനിരുന്നവര് തന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവര് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അത് സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. ഇങ്ങോട്ട് തന്നെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്കതിനെ താലോലിച്ചും കൊഞ്ചിച്ചും മതിയായില്ല സച്ചേട്ടാ. സത്യം പറഞ്ഞ ആശുപത്രി ആയിരുന്നോണ്ട് കുറച്ചു നേരം ഒന്ന് എടുത്തു നടക്കാൻ പോലും പറ്റിയില്ല. അതിനെന്താ, ഇനി കുഞ്ഞ് ഇവിടെ തന്നെ കാണുമല്ലോ. തന്റെ ഇഷ്ടാനുസരണം എടുത്തും കുളിപ്പിച്ചും കണ്ണെഴുതിയും ഒക്കെ കൊണ്ടു നടക്കാം. ദേ ആര് വന്നു, മാറിക്കേ. വാ. കേറി വാ. മോളെ ഇതങ്ങ് വച്ച. എത്തിയോ? കുഞ്ഞിനെങ്ങത്താ. ഓ ഓ ഓ, എന്താണ് ദേ. വാവേ, ഇല്ല ഇല്ല ഇല്ല. ഓ ഓ ഓ ഓ ഓ, ഇല്ല ഇല്ല ഇല്ല. ഓ ഓ ഓ ഓ ഓ. എത്ര നാളത്തെ എന്റെ ആഗ്രഹം എന്റെ മക്കൾ സാധിച്ചു തന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അച്ഛനാവുന്നതും മുത്തച്ഛനാവുന്നതും ഒക്കെ അയാൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാ. ആദ്യമായി ഈ വീട്ടിലേക്ക് വരുന്ന കുഞ്ഞ് നന്ദന്റേതായിരിക്കുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്നിരുന്നാലും ഇന്നെനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. നന്ദന സ്നേഹി എവിടെ? അവരെ കണ്ടില്ലല്ലോ. നന്ദൻ പുറത്തു പോയിരിക്കുക. സ്നേഹമോള് മുറിയിലുണ്ടാവും.
വിവാഹം മുടങ്ങിയ ശേഷം അവൾ അങ്ങനെ ആർക്കും മുഖം കൊടുക്കാറില്ല. ഞങ്ങളാരും നിർബന്ധിക്കാറുമില്ല. ഇനിയും ഓരോന്ന് പറഞ്ഞ് അവളെ വീണ്ടും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ. ഇത്രയും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചില നീറ്റലുകളും മനസ്സിലുണ്ട് മാഷെ. ആ മോളെ, കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോകും. ഓ ഓ ഓ ഓ ഓ ഓ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അർച്ചനയുടെ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല. അർച്ചന കുഞ്ഞിനെ പൊന്നുപോലെ നോക്കൂ എന്നുള്ളതുകൊണ്ട് ഇവരുടെ കുഞ്ഞിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്താണ് എന്താ നോക്കണേ? ഭാവി, ഇതാണ് പുതിയ മുറി. ഇഷ്ടായോ? കുറച്ചു ദിവസം കഴിഞ്ഞ് മോള് വളർന്ന ശേഷം പിന്നെ വല്യമ്മയുടെ മുറി തന്നെ കിടന്നാ മതി കേട്ടോ. ഇപ്പൊ തൽക്കാലം അച്ഛന്റെ അമ്മയുടെയും കൂടി ഇവിടെ ഉറങ്ങിക്കോ കേട്ടോ. ഓ ഓ, പകലൊക്കെ എപ്പോഴും വല്യമ്മ ഇതുപോലെ കൂടെ തന്നെ ഉണ്ടാവും. 8-9 മാസം മോളെ വയറ്റി ചുമന്ന് നടന്നതല്ലേ നിന്റെ അമ്മ. കുറച്ചു നാളത്തേക്ക് അമ്മയ്ക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാം. വല്യമ്മ നോയിക്കോളൂ എന്റെ പൊന്നിനെ. എന്റെ പൊന്നാണോ നീ? ആണോടാ? എന്താണ് നോക്കണേ? വല്യമ്മടി. ഓ ഓ ഓ. ആ വല്യമ്മയും മോള് കാര്യം പറയായിരുന്നു. എന്നോടൊക്കെ സത്യം പറഞ്ഞ ഏട്ടത്തിക്കാരനെ രക്ഷപ്പെട്ടത് ആതിരയാ. ഓ ഓ ഓ. കുഞ്ഞിനെ നോക്കുന്ന അമ്മമാരുടെ സ്നേഹത്തോടുള്ള പരിഭവങ്ങളൊന്നും ആതിരയ്ക്ക് പറയേണ്ടി വരില്ലല്ലോ. അത് ശരിയാ. സച്ചേട്ടന്റെ കാര്യം വളരെ പരിതാപകരമാവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സച്ചേന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ നോക്കും. അല്ല, നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? 2 ദിവസം കഴിയുമ്പോ ഞാൻ മീര ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവളും കൂടെ ഇവിടെ നിന്നാലേ ആതിരയുടെയും കുഞ്ഞിന്റെ കാര്യം അവളും കൂടെ നോക്കുമല്ലോ. അതിന്റെ ആവശ്യം എന്താ അമ്മേ? പിന്നെ അനൂപേണ്ണ അവിടെ ആര് നോക്കും? ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.